നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. നാളെയാണ് തിരുവോണം ബെമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ്. ഉച്ചയ്ക്ക് 1:30 ഗോർഗി ഭവനിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തുക. പൂജാ ബെമ്പറിന്റെ പ്രകാശനവും ഇതോടൊപ്പം ധനമന്ത്രി നിർവഹിക്കും. വെറും ഒരു ദിവസം മാത്രമാണ് നറുക്കെടുപ്പിന് ബാക്കിയുള്ളത്. ഭാഗ്യം ആരെ തുണയ്ക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. 70 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിൽപ്പന. നറുക്കെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ ടിക്കറ്റ് വിൽപ്പന 70 ലക്ഷത്തിലേക്ക് കടന്നു. ആകെ 80 ലക്ഷം ടിക്കറ്റുകളാണ് വിപണിയിൽ എത്തിച്ചത്. തിങ്കളാഴ്ച 4 മണി വരെയുള്ള കണക്കനുസരിച്ച് 69,70,438 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഒരു ദിവസം ബാക്കി നിൽക്കെ ബാക്കി ടിക്കറ്റുകൾ കൂടി വിറ്റുപോകുമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. ഇത്തവണയും ടിക്കറ്റ് വിൽപ്പനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അതിർത്തി കടന്നും പോയിട്ടുണ്ട് നമ്മുടെ ഓണം ബെമ്പർ ലോട്ടറി. കഴിഞ്ഞ വർഷത്തെ ബെമ്പർ ജേതാക്കൾ തമിഴ്നാട് സ്വദേശികളായതുകൊണ്ടാണ് ഇക്കുറിയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭാഗ്യാന്വേഷികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരിക്കുന്നത്. ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേകിച്ച് വാളയാറിൽ ടിക്കറ്റ് വാങ്ങാൻ എത്തുന്ന തമിഴ്നാട് സ്വദേശികളുടെ തിരക്കും അനുഭവപ്പെട്ടിരുന്നു. ഇതിൽ അധികവും അതിർത്തി കടന്നെത്തുന്ന ലോറി ഡ്രൈവർമാരാണ്. 4ഉം 5ഉം ടിക്കറ്റുകൾ വരെയാണ് ഇവർ വാങ്ങിയത്. മധുര, പൊള്ളാച്ചി, സേലം, പഴനി, ദിണ്ടിഗൽ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുവരെ ഓണം ബെമ്പർ വാങ്ങാനായി തമിഴ്നാട്ടുകാർ പാലക്കാട് എത്തിയിരുന്നു. അതിർത്തി കടന്നെത്തുന്ന ഭാഗ്യാന്വേഷികളുടെ എണ്ണം കൂടിയതോടെ വാളയാറിൽ ലോട്ടറി വിൽപ്പനക്കാരും വർദ്ധിച്ചിരുന്നു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ പാണ്ഡ്യരാജ്, നടരാജൻ, കുപ്പസ്വാമി, രാമസ്വാമി എന്നിവർക്കായിരുന്നു 2023 ഓണം ബെമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ ലഭിച്ചത്. കോഴിക്കോട്ടെ ഏജൻസിയിൽ നിന്ന് വാളയാറിലെ സഹോദര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനായിരുന്നു അന്ന് ഒന്നാം സമ്മാനം അടിച്ചത്. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഏജൻസി വിറ്റ ടിക്കറ്റിനായിരുന്നു 2022 25 കോടി ലഭിച്ചത്. അന്ന് ഈ ഭാഗ്യം കടാക്ഷിച്ചത് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശിയായ അനൂപിനെയായിരുന്നു. ഒന്നാം സമ്മാനമായ 25 കോടി ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് പുറമെ 21 പേർക്ക് കൂടി കോടീശ്വരന്മാരാകാം എന്നത് തന്നെയാണ് ഓണം ബെമ്പർ ലോട്ടറിയുടെ പ്രത്യേകത. എന്തായാലും നാളത്തെ ഭാഗ്യശാലിക്കായി നമുക്ക് കാത്തിരിക്കാം.